കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു നാറീനെ എക്സ്പോസ് ചെയ്യാം. ഞാൻ കുറേ ആയി ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തിട്ട്. ഈ നന്നാവാന്ന് വിചാരിച്ച ഇതുപോലുള്ള തെണ്ടികൾ സമ്മതിക്കില്ല. പിന്നെ മറ്റേ എൻ്റെ രൂപം എടുത്താലേ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യലേ? മീറ്റ് മിസ്റ്റർ രജിൽ. രജിലിന്റെ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നത് രജിൽ ഈസ് ഫ്രം കാലിക്കറ്റ് എന്നാണ്. അപ്പോൾ കോഴിക്കോട് പരിസരത്തുള്ള എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം രജിലിൻ്റെ വീട്ടിൽ ഇത് എത്തണം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള നായിൻ്റെ മക്കള് അല്ല, നായിൻ്റെ മക്കളെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇവനെ നായിൻ്റെ മോനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം ഇവൻ ഒരു തന്തയല്ല, പല തന്തയുണ്ടെന്ന് ഓൻ അറിയാം. കാരണം ഓൻ ഒറ്റ തന്തയാണ് ഓൻ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഓൻ ഒരിക്കലും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഈ രജിലിനില്ല. അങ്ങനെയുള്ള രജിൽ എന്നോട് ചോദിക്കുകയാണ്, ഗായ്സ് അവൻ എനിക്ക് പൈസ അയച്ചു തരാം, ഞാൻ വീഡിയോ കോൾ വരുമോ എന്നുള്ളത്. മിസ്റ്റർ രജിൽ, എല്ലാവരും നിന്റെ അമ്മേനെ പോലെ അല്ല. നിന്റെ അമ്മ നിന്നെ വളർത്തിയത് നാട്ടിൽ കണ്ടവരപ്പുറെല്ലാം പോയിട്ടും ആരെങ്കിലും പൈസ കൊടുക്കുമ്പോൾ തുണി അഴിച്ചിട്ടുമായിരിക്കും. എന്ന് വിചാരിച്ചു എല്ലാവരും അങ്ങനെയല്ലടാ. അങ്ങനത്തെ ഒരു ധാരണയുണ്ടോ? ഇല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കൂലല്ലോ. അത് നിന്റെ അമ്മേനെ ആദ്യം പറയണം. എന്താ ഇതെന്നൊക്കെ പഠിപ്പിച്ചു തരണ്ടേ? നീ അത് കണ്ടല്ലേ വളരുന്നേ അല്ലേടാ? അപ്പൊ പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഇവന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ചു കേട്ടോ. ഇവൻ ഇങ്ങനെ എല്ലാവരെയും പൈസ കൊടുത്ത് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് രജിലിന്. ബൂസ്റ്റൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് DP-യിൽ. കണ്ട അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അമ്പലങ്ങളിലൊക്കെ പോകുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. നാട്ടിലുള്ള സ്ത്രീകൾ, അമ്മമാർ, എല്ലാരും, കുട്ടികൾ എല്ലാവരും ഒന്നുതാ ഈ രജിലിനെ ഒന്ന് പെണ്ണുങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ട് ഇമ്മാതിരി ചെറ്റത്തരം പറയുന്നവരെ ശരിക്കും എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. ഇവന്മാരെ വിളിച്ചിട്ട് പച്ചത്തെറി പറയുക തന്നെ വേണം. പക്ഷേ ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരുമാതിരി വൃത്തികെട്ട ഒരു റിയാക്ഷനായിപ്പോയി. വേറൊന്നുമല്ല, രജിലിനെ ചീത്ത വിളിക്കണമെങ്കിൽ രജിലിനെ തന്നെ ചീത്ത വിളിക്കാം. അല്ലാതെ രജിലിൻ്റെ അച്ഛനെയും അമ്മേനെയും, ഈ അമ്മേനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഹെൽനോസ് പാട്ട? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അതായത് ആ ഒരു അമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന രജിലിനെ ഉണ്ടാക്കി എന്നുള്ളൊരു കുറ്റം മാത്രമേ ആ അമ്മയും അച്ഛനും ചെയ്തിട്ടുള്ളൂ. അവരെ ഇമാതിരി തെറി വിളിക്കാനും അല്ലെങ്കിൽ അവരെ ഇമാതിരി മോശം രീതിയിൽ പറയാനും മാത്രം അവരെന്ത് ചെയ്തു? ഇതേപോലെ വൃത്തികേട് ചെയ്യുന്നവന്മാരെ എക്സ്പോസ് ചെയ്യണം, അവരെ വിളിച്ച് ചീത്ത വിളിക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും ഇതിലെന്ത് തെറ്റ് ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ധന്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ മോശമായിട്ട് ഒരാൾ ചെയ്തപ്പം അയാൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഈ പെൺകുട്ടി. പക്ഷേ അയാളുടെ മുഖം പോലും കാണിച്ചില്ല. പക്ഷേ അയാളുടെ മുഖം കാണിക്കാണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അയാളെ എല്ലാവരും കാണേണ്ടത്. പക്ഷേ അവരന്നേരം പറഞ്ഞ ആ വീഡിയോയിൽ, അവരുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അയാൾ ആ ഒരു വൃത്തികേട് ചെയ്തു എന്ന് വിചാരിച്ച് അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരോ എന്ത് തെറ്റ് ചെയ്തു? അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടി അയാളുടെ മുഖം ബ്ലർ ചെയ്തു. അപ്പം ഹെൽനോസ് പാട്ട സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് അച്ഛനെയും അമ്മേനെയും, വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്കെല്ലാം വിളിക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാതിരി തരും. അതും സാധാരണ ഈ പറയുന്ന ഇതിൽ നായിൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, അതൊക്കെ പിന്നെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ആ അമ്മേനെ കുറിച്ചൊക്കെ പറയുന്ന ഇത് കേട്ടിട്ട് ആകെ ഒരു അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഹെൽനോസ് പാട്ടൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹെൽനോസ് പാട്ട ഒരു കയ്യിനെ കല്യാണം കഴിച്ചതായിട്ടൊരു വീഡിയോ ഉണ്ട്. അതായത് കയ്യിൻ്റെ മാത്രമേ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കാണിക്കാത്ത ഒരു ആളുടെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോട്ടോയോ കാണുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ ഹെൽനോസ് പാട്ടേൻ്റെ കല്യാണം കഴിഞ്ഞത് നമ്മൾ വേറെ ഏതോ ഒരു മീഡിയയിലൂടെ അല്ലെങ്കിൽ വേറെ ആരോ ലീക്ക് ചെയ്ത ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നമ്മുടെ ഹെൽനോസ് പാട്ടേൻ്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ഹെൽനോസ് പാട്ട കല്യാണം കഴിഞ്ഞതായിട്ട് നമ്മളെ എന്താ പറയുക ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ വെറും കൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് മാലയൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ കണ്ടു. അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അതിന് ശേഷം നോക്കുമ്പം നമ്മുടെ ഹെൽനോസ് പാട്ട കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഹെൽനോസ് പാട്ടയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഹെൽനോസ് പാട്ടയുടെ ഈ ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞു മടുത്തു. അതുകൊണ്ട് നമുക്ക് ഹെലൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹെലൻ്റെ ചെക്കൻ്റെ ഫേക്ക് ID വെച്ചിട്ട് ഏതോ ഒരുത്തൻ കുറേ നാളുകളായിട്ട് ആരെല്ലോ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അത് പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹെൽനോസ് പാട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾക്ക് മെസ്സേജ് അയയ്ക്കുക, പെൺകുട്ടികൾക്ക് മെസ്സേജ് അയയ്ക്കുക, എന്നിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യുക,
അവരുമായിട്ട് കോൾ ചെയ്യുക, അവർക്ക് വിവാഹ വാഗ്ദാനം നൽകുക. അവസാനം ഹെൽനോസ് പാട്ടേൻ്റെ കല്യാണം കഴിഞ്ഞുവെന്നും ഹെൽനോസ് പാട്ടയും ചെക്കനും തമ്മിലുള്ള ഫോട്ടോ ഏതോ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ആരെല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽനോസ് പാട്ട ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം ഹെൽനോസ് പാട്ടയെ കോൺടാക്ട് ചെയ്തു. എൻ്റെ ചെക്കനെ വിട്ടുതാടാ, എൻ്റെ ചെക്കനെ നീ അടിച്ചു മാറ്റിയല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഹെൽനോസ് പാട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹെൽനോസ് പാട്ട ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര സൂപ്പറാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് അതിനെതിരെ സംസാരിക്കുക, അതിനെതിരെ വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഇടുന്ന സമയത്ത് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് മോശമാണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സൂപ്പറാണ്. ഓക്കെ, നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ഹസ്ബൻഡിൻ്റെ DP വെച്ചിട്ട് അതിൽ ഞാൻ കുറേ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് അവരോട് വൃത്തിയോടൊക്കെ ആയിട്ട് എന്തൊക്കെ സംസാരിച്ച്. അപ്പോൾ ഞാനാ ചെയ്തത്, അവരല്ല. കുറേ ഉണ്ടല്ലോ, ഒന്നും രണ്ടല്ലോ. അതന്നെ കുറേ പറഞ്ഞു. ഞാനാ ചെയ്തത്, അവരല്ല. നീ ഇപ്പോൾ എത്താനുണ്ടായ കാരണം സൈബർ സെൽ ലെവലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വിളിച്ചതാണ്. അപ്പോൾ കേസ് ഇവിടെ കോംപ്രമൈസ് ആക്കി. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. മെസ്സേജ് അയച്ച ആൾക്കാരോടൊക്കെ സോറി, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അവരല്ല ചെയ്ത്, ഞാനാ ചെയ്തത്. സോ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം 1 year ബാക്ക് എങ്ങാൻ എൻ്റെ ഹസ്ബൻഡ്, അപ്പം നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഹെൽനോസ് പാട്ട പറയുന്നത് കല്യാണം കഴിച്ചു എന്നുള്ളത്. അത് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊക്കെ ആക്റ്റീവ് ആവുന്നത് കൊണ്ടും ഞാൻ ഈ സൈബർ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള കേസുകളെ കുറിച്ചൊക്കെ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അവൻ എൻ്റെ അടുത്ത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് കേസ് ഫയൽ ചെയ്തിട്ടുള്ളൂ, എന്തായാലും സമയമെടുക്കും, ഇപ്പോഴേ ഫയൽ ചെയ്തിട്ട്. വീഡിയോ കുറച്ച് ലാഗാണ്, അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. അതായത് ഹെൽനോസ് പാട്ട ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നല്ല. അപ്പോൾ ഇവർ ഇതിൻ്റെ പുറകെ പോയി ചെക്കനെ പിടിച്ച്, അതാണ് ആദ്യം കാണിച്ച ചെക്കൻ. ആ ചെക്കനാണ് ഈ ചങ്ങായിൻ്റെ, അതായത് ഹെൽനോസ് പാട്ടേൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട്, അതിൽ ഫോട്ടോ വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നിട്ട് അവനെ പിടിച്ച് അവർ ക്ഷമിച്ച് വിട്ടുമെന്ന് തോന്നും, ഇനി മെയിലിൽ ഇത് ആവർത്തിക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇതേപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ ചെക്കൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് 2 പ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ രൂപവും ഇവൻ്റെ ഇതെല്ലാം കണ്ടിട്ട് ഇവനെ ആ 2 പെണ്ണുങ്ങളും തേച്ചിട്ട് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഹെൽനോസ് പാട്ട പറയാതെ പറയുകയാണ് ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് ഹെൽനോസ് പാട്ട ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ആര് കണ്ടാലും ഒന്ന് എന്താ പറയുക, പ്രേമിക്കാൻ തോന്നുന്ന ഒരാളാണ് എന്നുള്ളത് പറയാതെ പറയുന്നതെന്ന് തോന്നുന്നു. എനിവേ എന്തായാലും സംഭവം ഇതാണ്. അതായത് ഹെൽനോസ് പാട്ടേൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി എന്നിട്ട് അത് വെച്ചിട്ട് പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്തു. അപ്പം എന്തായാലും നമ്മളൊരു ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, അതായത് മിലിറ്ററിയിലാണെന്നും മറ്റേ നേവിയിലാണെന്നും പിന്നെന്താണ് ഫോൺ പൊട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വീഡിയോ കോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് മനസ്സിലാവാതിരുന്നതെന്ന്. എന്നാലും അതായത് എൻ്റെ ചെക്കനെ വിട്ടുതാടാ എന്നും പറഞ്ഞിട്ടാണ് ഹെൽനോസ് പാട്ടേനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വീഡിയോ കോളെങ്കിലും ചെയ്യൂലേ? അല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഓരോ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പം വീഡിയോ കോളോ അല്ലെങ്കിൽ കോളോ വെറുതെ ഒരു ഫോട്ടോ മാത്രം മതിയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ കോള് മാത്രം മതിയായിരിക്കും. ഇനി എന്തായാലും എനിക്കെന്തോ ഒരു അങ്ങോട്ട് ഒന്ന് കണക്റ്റ് ആവുന്നില്ല. അതായത് ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടയ്ക്കും കൂടി ഇതേപോലുള്ള ഒരുപാട് ഫേക്കായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ അലിഗേഷൻസ് എല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഇതൊരു എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല, അത്രേ ഉള്ളൂ. അതൊന്നുമില്ല, ചിലപ്പം സത്യം തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു കാണുമ്പം, അതായത് വീഡിയോ കോൾ പോലും ചെയ്യാതെ ഇത്രയും പെൺകുട്ടികളെ ഇവൻ വളച്ചെടുത്ത് കുറേ നാൾ നടന്നിട്ട് പിന്നെ അവന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ പ്രശ്നമാക്കി വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സംതിങ് ഫിഷി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹെൽനോസ് പാട്ട ഇതുവരെയും ഇത്രയും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ഇടുന്ന ഹെൽനോസ് പാട്ട സ്വന്തം കല്യാണത്തിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കല്യാണത്തെക്കുറിച്ചോ ജസ്റ്റ് ഒരു ഹാപ്പിലി മാരീഡ് എന്നുള്ളൊരു പോസ്റ്റ് ഇടുകയല്ലാതെ വേറൊന്നും ഇട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പം എന്തോ ഒരു
ഇതുപോലെ തോന്നും. എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, ഫോട്ടോ ഇടണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ഈ കാര്യം ഇതെടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു കമൻറ്റ് കണ്ട്, അത് കമൻറ്റ് സത്യമാണോ നുണയാണോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഹെൽനോസ് പാട്ടൻ്റെ വീഡിയോൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒളിച്ചോട്ടമാണ് എന്നുള്ള രീതിയിൽ, അതായത് ഹെൽനോസ് പാട്ട കല്യാണം കഴിച്ചത് എന്ന് പറയുന്നത് ഒളിച്ചോടി കല്യാണം കഴിച്ചതാണെന്നുള്ളൊരു കമൻറ്റ് കണ്ട്. അപ്പോൾ ഇതാണ് ഒളിച്ചോട്ടമല്ലാതെ പിന്നെ ഇതെന്താണ്? ഫാമിലിയിൽ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. എന്തിന് സ്വന്തം ചേച്ചി ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല. അവളെ അൺഫോളോയും ചെയ്തു. ചേച്ചിയുടെ ഭർത്താവ് ഫോട്ടോഗ്രാഫർ ആയിട്ട് കൂടി കല്യാണത്തിന് നല്ലൊരു ഫോട്ടോ കൂടി ഇല്ല. എല്ലാം കൂട്ടുകാരുടെ ഫോണിലെടുത്ത ഫോട്ടോസ് മാത്രം. താലികെട്ട് ഫോട്ടോ ഇല്ല. ഇതൊക്കെ കണ്ടിട്ട് ഒളിച്ചോട്ടമല്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു കമൻറ്റ് കണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആരെങ്കിലും ഒളിച്ചോടിയ നമുക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഹെലൻ എല്ലാവരും, അതായത് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലത്തെ കുഞ്ഞനും അവരെല്ലാം ഒളിച്ചോടിയപ്പോഴും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒളിച്ചോടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഹെൽനോസ് പാട്ടേൻ്റെ ആ ഒരു രീതിയിലുള്ള വീഡിയോ ചെയ്യുകയും അവരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഹെൽനോസ് പാട്ട ഒളിച്ചോടിയതാണോ അല്ലയോ എന്നുള്ളത് നാട്ടുകാരും കൂടെ അറിയണ്ടേ? അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതാണോ ഒളിച്ചോടിയതാണോ എന്നുള്ളത് നാട്ടുകാരും കൂടെ അറിയട്ടെ. അപ്പോൾ അതായിരിക്കും ഈ ഒരു കമൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരാളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പൊന്നും കുഞ്ഞിനും ഒക്കെ ഒളിച്ചോടിയപ്പോൾ എന്തായിരുന്നു ഇവളുടെ ഷോ? രണ്ടൂപായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് 1 വർഷം പോലും ആയില്ല, അപ്പോഴേക്കും ആ പാവം വീട്ടുകാരെ പറ്റിച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. അവളെ വിശ്വസിച്ച പാവം ആ അച്ഛനും അമ്മയും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ പറയുന്ന ആളാരാണെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഇതിനു മുമ്പ് ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഹെൽനോസ് പാട്ട എന്ന് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി അടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേ ഷോർട്സ് വീഡിയോ വരുന്ന സമയത്ത് ഒരു ചങ്ങായിൻ്റെ കൂടെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഹെൽനോസ് പാട്ട കമൻറ്റ് ഇട്ടതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പ്ലീസ് റിമൂവ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പ്രേമത്തിലാവുക, ഡിവോഴ്സ് ആവുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുക, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇത്രയും നാളും വേറൊരാളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഇതിങ്ങനെ എന്താ പറയുക, ആളുകളെ അറിയിക്കാതെ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ വീട്ടുകാരെ സമ്മതത്തോടെ അല്ലാതെ കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്തതാണെങ്കിൽ അതൊരു ഡബിൾ സ്റ്റാൻഡ് ആണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിലൊന്നും നമ്മൾ തലയിടേണ്ട ആവശ്യമേ ഇല്ലാത്തതാണ്. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിലും തലയിടുന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഹെൽനോസ് പാട്ട അധികം താമസിക്കാതെ തന്നെ ഫോട്ടോ എല്ലാം പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ചെക്കൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പേടി ഉള്ളത് കൊണ്ടാണോ ഇനിയിപ്പം പബ്ലിഷ് ചെയ്യാതിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഹെൽനോസ് പാട്ട കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഹെൽനോസ് പാട്ടൻ്റെ ഹാപ്പിലി മാരീഡ് എന്നുള്ള ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലായത്. അപ്പോൾ എനിവേ എന്തായാലും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുകയാണ്. പിന്നെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തെറിവിളിയല്ല, എന്താ പറയുക, വീട്ടുകാരെ വിളി അല്ലെങ്കിൽ അവരെ വിളിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവരെ വിളിക്കാതിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.